ഹലോ ഗൈസ്, ഒരുപാട് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഒരു വാക്ക് അന്വേഷിച്ചോ? ഒരു സ്നേഹമില്ലാത്ത സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ. എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബിസി ഡേയിലെ അവിടെ ആയിട്ട് ക്യാപ്ചർ ചെയ്ത കുറച്ച് വീഡിയോസും ആയിട്ടാണ്. ഇഷ്ടമാവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ രാവിലെ കുറച്ച് വൈകി എണീറ്റത് കൊണ്ട് കുളി മാത്രമേ നടന്നുള്ളൂ. കുളി കഴിഞ്ഞ് സാരി ഉടുത്ത് ഓടുമായിരുന്നു സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ സ്കൂൾ ബസ് എങ്ങനെയൊക്കെയോ കിട്ടി. സ്കൂളിൽ വന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തത്. ഇന്ന് ആനുവൽ ഡേ ഷൂട്ടാണത്രേ. അപ്പോൾ നമ്മളുടെ ഭംഗി കുറയ്ക്കാൻ പാടില്ലല്ലോ. അങ്ങനെ മേക്കപ്പ് സെറ്റുകളൊക്കെ ഞാൻ ബാഗിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണെഴുതുന്നു, പൊട്ടുകുത്തുന്നു, ലിപ്സ്റ്റിക് ഇടുന്നു, ബ്ലഷ് ഇടുന്നു, ഐഷാഡോ ഇടുന്നു, അങ്ങനെ എല്ലാ സാധനങ്ങളും വാരി തേച്ച് അങ്ങോട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. 5 സെക്കൻഡ് പോലും നമ്മളെ കാണില്ലെങ്കിലും നമ്മൾ മേക്കപ്പ് ചെയ്യാതെ നിന്നാൽ അത് നമുക്കൊരു പശ്ചാത്താപ ഫീലായിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ മേക്കപ്പിന് ഒട്ടും കുറവ് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഒരു സാധാരണ നാടൻ പെൺകുട്ടിയായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഒരുങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ ലുക്ക് ഇഷ്ടമായോ? ഈ മഞ്ഞ സാരി തന്നത് എൻ്റെ ചേച്ചിയാണ്, അതായത് തൃശ്ശൂരുള്ള എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. എങ്ങനെയുണ്ട്? ഈ പിങ്ക് ബ്ലൗസും മഞ്ഞ സാരിയും കൂടെ ചേരുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയണേ. ഈ ലുക്ക് എനിക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഈ ബ്ലൗസ് എൻ്റെ അനിയത്തി സ്റ്റിച്ച് ചെയ്താണ്, അവൾ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളതും. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു ട്രാൻസിഷൻ കണ്ടോ? അത് ട്രാൻസിഷൻ അല്ല, എൻ്റെ ഫോണിൻ്റെ സ്റ്റാൻഡ്, അതായത് എൻ്റെ കുപ്പി ഇടയ്ക്ക് ഒരു ടീച്ചർ താഴെ ഇട്ടു. അങ്ങനെ ക്യാമറ മറിഞ്ഞ് വീണ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കോട്ട് ഇട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അതിനുശേഷം പിന്നെ ക്യാമറ ഓൺ ചെയ്യാനേ പറ്റിയിട്ടില്ല. പിന്നെ ചായ കുടിക്കുമ്പോഴാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നത്. ചായ കുടിച്ചപ്പോൾ നാവൊന്ന് പൊള്ളിയിട്ടുണ്ട് ഗൈസ്. വൈകുന്നേരം വീട്ടിൽ വന്ന് ഉടനെ തന്നെ ഞാൻ ഈ എണ്ണ എടുത്ത് തേക്കുകയാണ്. വലിയ ചന്ദനാദി എണ്ണ അല്ല, ഇത് നമ്മുടെ സന്തോഷ് സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച എണ്ണയാണ്. നല്ല സുഖം കിട്ടും ഇത് തേച്ച് കഴിഞ്ഞാൽ, നല്ല ഉറക്കം കിട്ടും, നല്ല മുടി കറക്കും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പേരിൽ ആണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി നല്ല വർക്കിംഗ് ആണ് കേട്ടോ. ഒരു 2-3 ദിവസമായി ഞാൻ തേക്കണു. നല്ല സുഖമായി ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം വന്ന് ഈ എണ്ണ തേച്ച് ഒരു കുളി പാസ്സാക്കുക, അതാണ് ഇപ്പോഴത്തെ റുട്ടീൻ. അങ്ങനെ കുളിച്ചതിന് ശേഷം ഞാൻ നൈറ്റ് ക്രീം എടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ മുഖത്ത് നല്ല, അതായത് കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയ തോതിൽ കുറയ്ക്കാൻ ഈ നൈറ്റ് ക്രീം സഹായിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറയണേ. നൈറ്റ് ക്രീമിന് മുമ്പ് നമ്മുടെ റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതം ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ മിക്ക ദിവസങ്ങളിലും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.